അങ്ങനെ ഞാൻ ബിഗ് ബോസിൻ്റെ സെറ്റൊക്കെ കാണാനും നേരിട്ട് ലാലേട്ടനെ ആദ്യമായിട്ടൊന്ന് കാണാനും ബിഗ് ബോസ് നടക്കുന്നിടത്ത് പോയെന്ന് നിങ്ങളോട് നേരത്തെ ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അന്ന് പോയതിൻ്റെ അന്ന് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം അടുത്ത ഉച്ച കഴിഞ്ഞുള്ളത് ഞായറാഴ്ചത്തെ എപ്പിസോഡ് നിങ്ങൾ കാണുന്നത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ചെയ്യുന്നത് ലാലേട്ടൻ ഉച്ചവരെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതാണ് ശനിയാഴ്ചത്തെ നിങ്ങൾ കാണുന്ന എപ്പിസോഡ്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഞായറാഴ്ച നമ്മൾ കാണുന്ന എപ്പിസോഡ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാം ആ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നു. ഗേറ്റ് ആണെങ്കിൽ അകത്ത് നിന്ന് പൂട്ടിയേക്കുക. ഹിന്ദിക്കാരായ സെക്യൂരിറ്റികളൊക്കെ കുറേ പേരുണ്ട്, അകത്തൊക്കെ ഉണ്ട്. പിന്നെ ഈ ബിഗ് ബോസിൻ്റെ ഓരോ ടീമായിട്ടുള്ളവരും ഈ വെളിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നവരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം ഇവരകത്തു നിന്ന് പൂട്ടിയേക്കുക. ഞങ്ങളാണ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ലഞ്ച് കഴിച്ചവരൊക്കെ എപ്പോഴാണ് ഇനി അടുത്ത എപ്പിസോഡ്, അടുത്ത ലാലേട്ടൻ്റെ ഈ സൺഡേ പ്രോഗ്രാം തുടങ്ങുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അപ്പം എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചവരെല്ലാം ഗേറ്റിൻ്റെ അവിടെ കുറച്ച് പേരൊക്കെ വന്നിരുന്നു. മറ്റുള്ള കുറേ പേരൊക്കെ ഓരോ കാര്യങ്ങൾ ഇപ്പം ടോയ്ലറ്റിൽ പോകേണ്ടവരൊക്കെ പോവുകയും അങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു മരവോ ഒരു എന്തെങ്കിലും ഒരു സെറ്റിൻ്റെ ചെറിയ ഈ ഷെഡ് പോലുള്ള അതിൻ്റെയൊക്കെ തണലൊക്കെ ഉണ്ട്, അതിൽ മാറി നിൽക്കുന്നവരും. പിന്നെ ആണുങ്ങളാണെങ്കിൽ അവർക്ക് ചിലപ്പം പുകവലിക്കുന്നവരാണെങ്കിൽ അവരങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് തണലൊക്കെ നോക്കി മാറി നിന്ന് പുകവലിക്കുന്ന അങ്ങനെയൊക്കെ ഈ ലഞ്ച് കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞപ്പോൾ മാറി നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ പേര് അവിടെ പോയി ഗേറ്റിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഗേറ്റിൻ്റെ മുമ്പിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ശകലം തണലിൻ്റെ ഇതില്ല. ഇവർ ഈ ഗേറ്റ് പൂട്ടിയതിൻ്റെ ഉള്ളിൽ 2 മരങ്ങൾ ഉണ്ട്. അത് പക്ഷേ ഇവരൊക്കെ ഇരിക്കും, സെക്യൂരിറ്റി അവരൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ തണലിലൊക്കെ അവരൊക്കെ അവിടെ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, ശരണ്യ ആണെങ്കിൽ കാറിൽ ഇറങ്ങിപ്പോൾ ആ സമയത്ത് ഗേറ്റ് തുറന്നു, കാർ അങ്ങോട്ട് വിട്ടു, ഉടൻ തന്നെ അവർ ഗേറ്റ് അങ്ങ് പൂട്ടി. അപ്പം നമ്മളോർത്ത് ആ സമയത്തിൽ അകത്ത് കയറാൻ ഇവരെന്താ വിചാരിക്കുന്നത്, ഇതിനകത്ത് പോയി ഈ ലാലേട്ടൻ ആ പ്രോഗ്രാം ചെയ്യുന്നതിനകത്ത് പോയി ഇരിക്കുമെന്ന് വല്ലതും വിചാരിച്ചാണോ എന്നറിയത്തില്ല. അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, അകത്തോട്ട് വിടുന്നില്ല. പക്ഷെ നമ്മൾക്കാണെങ്കിൽ അകത്ത് ആ കയറുന്നിടത്ത് ആ മരം നിൽക്കുന്ന അവിടോട്ടൊന്ന് പോയി ആ തണലിലൊന്ന് നിന്നാൽ മതി, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഇരുന്നാൽ മതി, അങ്ങനെയുള്ള ചിന്തയാണ്. പക്ഷെ കയറ്റി വിടുന്നില്ല. നമ്മളാണ് ഇവിടെ ഈ ട്രാൻസ്ഫോമർ വലുത് വെളിയിൽ വെച്ചേക്കുന്നതിൻ്റെയും അവിടെ ഏതെങ്കിലും വണ്ടി കിടന്ന് അതിൻ്റെയൊക്കെ നിഴലിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ആണെങ്കിൽ തുറസായ സ്ഥലം കുറേ അങ്ങനെ കിടക്കുന്നതിൽ കൂടെ ഈ ചൂട് പിടിച്ച വെയിലിൽ വരുന്ന ആ ചൂട് കാറ്റുമൊക്കെ സഹിച്ചിട്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പ്രായമുള്ളവരും ചെറിയ കുട്ടികളൊന്നും വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഈ ബിഗ് ബോസ് സെറ്റിൻ്റെ അവിടെ കാണാനും അങ്ങനെ അവിടോട്ട് വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വന്നിട്ട് അന്ന് അവിടെ കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് സഹി കെട്ടിട്ട് എല്ലാവരും അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇവരും തുറന്നിരുന്നെങ്കിൽ നിഴലിലൊക്കെ ആ മരത്തിൻ്റെ അവിടെ ഒന്ന് പോയി നിൽക്കായിരുന്നു ഇതാന്നൊക്കെ. പിന്നെ ഒത്തിരി നിന്ന് പുകഞ്ഞങ്ങ് വയ്യ, സഹി കെട്ടു. എൻ്റെ കൂടെ ആണെങ്കിൽ എൻ്റെ കൂടെ 2-3 കുട്ടികളും ഒക്കെ. കുട്ടികളെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടികളല്ല, അവർ 10-20 വയസ്സൊക്കെ ചെന്ന കുട്ടികളാണ്. അത് കാരണം പിന്നെ അവരും സഹിച്ചൊക്കെ നിൽക്കുന്നു. പിന്നെ അതുപോലുള്ള ബാക്കിയുള്ളവരും കുറച്ച് പ്രായമുള്ളവരും പേരൻസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനെന്തോ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു അവരോടാവുന്ന സെക്യൂരിറ്റിയോടൊക്കെ ഒന്ന് തുറക്ക്, ഞങ്ങൾ ആ മരത്തിൻ്റെ നിഴലിൽ നിന്നോളാം, അവിടെ ഞങ്ങൾ നിൽക്കുക, അകത്തോട്ട് കയറി പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പരസ്പരമൊക്കെ അതിനെക്കുറിച്ച് ഇവർ ഒന്നാമത് നമ്മളീ പറയുന്ന സെക്യൂരിറ്റീസ് ഹിന്ദിക്കാരാണ്. അവർക്കാണെങ്കിൽ മലയാളമോ തമിഴോ ഒന്നും വശമില്ലാത്ത മാതിരി നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ഹിന്ദിയാണെങ്കിൽ അങ്ങോട്ട് പറയാനും വന്നിട്ട് നമുക്ക് അത്ര പിടിയുമില്ല. പിന്നെ ഇവർ ഇങ്ങനെ അവർക്ക് മനസ്സിലായി നമ്മൾ
അകത്ത് കയറണമെന്നുള്ള പറയുന്ന ഞാൻ പറഞ്ഞ മരത്തിൻ്റെ തണലിൽ ഞങ്ങൾ നിന്നോളാം, അകത്തോട്ട് പോകുന്നില്ല, നിങ്ങളകത്തോട്ട് വിടുമ്പോഴേ ഞങ്ങൾ പോകത്തുള്ളൂ, ആ മരത്തിൻ്റെ തണലിൽ നിൽക്കാം, ഞങ്ങളെ അവിടെയെല്ലാം ഒന്ന് കയറ്റി വിടി, ഇതൊന്ന് തുറന്ന് ആ ഭാഗത്തോട്ടെല്ലാം ഞങ്ങളൊന്ന് നിന്നോട്ടെന്ന് പറഞ്ഞു. കുറേ സമയമായിട്ട് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നതല്ലാതെ കുറേ സമയമായിട്ടും ഒന്നും ഒരു ഇതില്ല. പിന്നെ ഞാൻ തന്നെ പിന്നെ ഗേറ്റ് അകത്ത് അപ്പോൾ അവർ പൂട്ടിട്ടില്ലായിരുന്നു, വെറുതെ ഇങ്ങനെ അതിൻ്റെ ടാപ്പാലിട്ടിട്ടേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ടാപ്പാലെടുത്ത് കയറി. അപ്പോൾ ആ സമയത്ത് ആ ഗേറ്റിൻ്റെ വെളിയിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, സഹി കെട്ട് നിൽക്കുക. അവരൊക്കെ പിന്നെ അന്നേരം അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി ആ മരത്തിൻ്റെ ആ തണലിലൊക്കെ അവിടെ ഇവിടെ നിന്ന് എല്ലാവർക്കും അതൊരു വലിയ ആശ്വാസം പോലെ അങ്ങ് ആയത് മാതിരിയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു 3 മണിക്കൊക്കെ ഞങ്ങൾ വന്നിരുന്നതാണ്. പിന്നെ അകത്തോട്ട് വിട്ടപ്പോൾ 4 മണിയായി. 4 മണി വരെ ആ മരത്തിൻ്റെ തണലിൽ വെളിയിൽ അങ്ങനെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ആയിരുന്നു ആൾക്കാർ. 4 മണി ആയപ്പോഴാണ് അവരകത്തോട്ട് വിട്ടത്. അകത്ത് പോയി ഇരുന്ന് ഒരു 10 മിനിറ്റിനകത്ത് തന്നെ അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ടായി. ഇതുപോലെ തന്നെ ലാലേട്ടൻ കൂടെ 2-3 പേരുമായിട്ട് വന്ന് ഫസ്റ്റ് ഒന്ന് സ്റ്റേജിൻ്റെ മൊത്തം ഒന്ന് എല്ലാം ശരിയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അതിന് ശേഷം പിന്നെ പ്രോഗ്രാം ഇതായി. ഞങ്ങളെ 4 മണിക്കുള്ളിലോട്ട് വിട്ടില്ല. അതും ഇതൊക്കെ മൊബൈലുണ്ടോ ബാഗും എല്ലാം വെളിയിൽ വെച്ച് പഴയതുപോലെ തന്നെ ആദ്യത്തെ രാവിലത്തെ പോലെ തന്നെയായിരുന്നു ചെക്കൊക്കെ എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിൽ പോയത്. മൊബൈലും ബാഗും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ആ സമയത്ത് ഞങ്ങൾ അകത്ത് പോയി ഇരിക്കുമ്പോൾ ഞങ്ങളവിടെ ആ വലിയ സ്ക്രീൻ, ആ ഫ്രണ്ടിലെ വലിയ സ്ക്രീനിൽ ലാലേട്ടൻ്റെ അമ്മയെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ലാലേട്ടനെ ചെറുതിലെ അമ്മയുടെ കൂടെ ഉള്ളതും അങ്ങനെ ഒരു 3-4 ഫോട്ടോസ് അങ്ങനെയുള്ളത് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സ്ക്രീനിൽ. ഞായറാഴ്ച മാതൃദിനമാണ്, അന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അവിടെ കാണുന്നത്. പിന്നെ ഈ എപ്പിസോഡ് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ വന്ന് ആ സമയത്ത് മാത്രമാണ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് ആ റൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ലാലേട്ടൻ ആ ബാക്കിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഫ്രണ്ടിൽ ആ റൗണ്ടിലോട്ട് വരത്തില്ല. ഇതിന് മാത്രം ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഈ മാതൃദിനത്തിന് പറയത്തില്ലേ അമ്മയുടെ കാര്യം ലാലേട്ടൻ പറയുന്നുണ്ടല്ലോ, സൺഡേയിലെ എപ്പിസോഡിൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. അപ്പം അത് ലാലേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു. ആദ്യ ടേക്ക് വന്നിട്ട് അത് ലാലേട്ടന് പെർഫെക്ഷൻ തോന്നിയില്ലാന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ലാലേട്ടൻ രണ്ടാമതും അത് ചെയ്തു. എനിക്കാണെങ്കിൽ മനസ്സിലായേക്കുന്നത് ഏതെങ്കിലും ഒരു സാറ്റർഡേയിലെ പ്രോഗ്രാം എപ്പിസോഡ് രാവിലെ ചെയ്തതിൽ ഒരു ഇടത്ത് മാത്രം ലാലേട്ടൻ തിരിച്ചൊന്നും കൂടെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. സൺഡേയിലെ രണ്ടിടത്ത് അങ്ങനെ ഇത് തിരിച്ച് പറയല്ലോ, ആദ്യത്തെ ശരിയായില്ലെങ്കിൽ രണ്ടാമത് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴും ആദ്യത്തെ ചെയ്തു കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഓർത്തു അപ്പം അത് ചെയ്തു കഴിഞ്ഞത്. പക്ഷേ അതല്ല, കുറച്ച് കഴിയുമ്പോൾ ലാലേട്ടൻ തിരിച്ചൊന്നും കൂടെ അത് ചെയ്തിട്ടാണ് അവിടെ അത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ സൺഡേയിലെ എപ്പിസോഡ് കാണുമ്പോൾ നമ്മൾ സാധാരണ ഇതെല്ലാം അവരത് എല്ലാം കറക്റ്റ് ചെയ്താണല്ലോ, എഡിറ്റ് ചെയ്തൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു അവിടുത്തെ സൺഡേ ഉച്ച തൊട്ടുള്ള അനുഭവം. ഉച്ച തൊട്ടെന്ന് പറഞ്ഞാൽ 4 മണി കഴിഞ്ഞ് ഇത് തുടങ്ങിയപ്പോൾ. പിന്നെ ഈ മാതൃദിനത്തിന് ലാലേട്ടൻ്റെ അമ്മയുടെ ഇത് പറയുന്നുണ്ടല്ലോ, അമ്മയുടെ കാര്യമൊക്കെ, പിന്നെ ആ സ്നേഹവും അത് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് എന്താ മനസ്സിലായെന്ന്, ഇമോഷണലി കുറച്ച് ഇതായിരുന്നു. അതിൻ്റെ ആ മാനസികമായിട്ടുള്ള ആ ഒരു തേങ്ങലും ഒരു മനസ്സിൻ്റെ ഒരു വിങ്ങലൊക്കെ നമുക്ക് അത് അവിടെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ മുഖമായാലും കണ്ണുകളൊക്കെ ആയാലും ഈറനണിഞ്ഞ മാതിരിയാണ് മുഖം, ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നമ്മൾ അത്ര അടുത്താണല്ലോ കാണുന്നത്, അതുകൊണ്ട് നമ്മൾക്കത് വ്യക്തമാവുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അത് നമ്മൾ ഈ സങ്കടം കടിച്ചമർത്തി പറയാമെന്ന് പറയത്തില്ല, ആ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. അത്രത്തോളം അത് വെളിയിൽ അറിയിക്കാതെ എന്നുള്ളത്. എന്നാൽ തന്നെയും മനസ്സിലാകുന്നവർക്കാണെങ്കിൽ ആ മനസ്സിൻ്റെ വിങ്ങലും ആ സങ്കടങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കും അത്ര അടുത്തിരുന്ന് ലാലേട്ടനെ കണ്ടപ്പോൾ ആ ഒരു സമയത്ത്.
ഈ ഒരു കാര്യം പറയുമ്പോൾ അമ്മയുടെ കാര്യം മാതൃദിനത്തിനോടനുബന്ധിച്ച് പറയത്തില്ലേ ആ സമയത്ത്. അതിനുശേഷം പിന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് സ്ക്രീൻ ഓപ്പണായി വീട്ടിനകത്തുള്ള മെമ്പേഴ്സിനെ എല്ലാം കാണിച്ചു. അപ്പോൾ ലാലേട്ടൻ അവരോടൊക്കെ ഇങ്ങനെ നിങ്ങൾ ആ സൺഡേ എപ്പിസോഡ് കണ്ടറിയാൻ ചോദിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ മാതൃദിനം അല്ലേ. അന്നേരം ആദ്യം വന്നിട്ട് അപ്സരയുടെ അമ്മയാണ് കാണിക്കുന്നത്. കുഞ്ഞായി അപ്സരയെ കൊണ്ട് അമ്മ നിൽക്കുന്ന ഫോട്ടോ, അമ്മയും അപ്സരയും കൂടെ നിൽക്കുന്ന ഫോട്ടോ. അപ്പം അതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം അപ്സര ഭയങ്കരമായിട്ട് വിങ്ങിക്കൊണ്ടിരിക്കുന്നു, കണ്ണ് നിറഞ്ഞു. അപ്പം എനിക്കതിൽ മനസ്സിലാകുന്നത് അപ്സരയുടെ അപ്സരയുടെ അച്ഛനില്ലാതെ വളർത്തിയെന്ന് തോന്നുന്നു. അപ്പം ഈ 2 പേര്, അപ്സരയും അപ്സരയുടെ ചേച്ചിയാണെന്ന് തോന്നുന്നു, 2 പെൺമക്കളെ അമ്മ വളർത്തി. ഈ അപ്സരയുടെ അമ്മയാണെങ്കിൽ ഒരു പ്രശസ്ത നാടക നടിയാണ്, KPSCയിലെ നാടക നടിയാണ്. അതൊക്കെ അറിഞ്ഞത് ഈ അന്ന് മാത്രമാണ്, നമ്മൾ ഇതെവിടെ ഇങ്ങനെ പറയുമ്പോൾ മാത്രമാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം തനിയെ മക്കളെ വളർത്തുന്ന സ്ത്രീകൾക്കേ അറിയത്തുള്ളൂ അതിൻ്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ എത്രത്തോളം ആണെന്ന്. അതൊന്നും അത് അനുഭവിക്കുന്നവർക്കല്ലാതെ അത് കേൾക്കുന്നവർക്കോ കാണുന്നവർക്കോ ഒന്നും അത് മനസ്സിലാകത്തില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പം അങ്ങനെ അമ്മയുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ. അപ്പോൾ ലാലേട്ടനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ KPSCയിലെ ഒരു വലിയ ആർട്ടിസ്റ്റ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ ലാലേട്ട അങ്ങനെ പറയുന്നുണ്ട്. ഇന്ന് വന്ന് മാതൃദിനത്തിനോടനുബന്ധിച്ചുള്ള ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് ഇവരോടെല്ലാം, ഈ മെമ്പേഴ്സിനോടെല്ലാം എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ അമ്മയെക്കുറിച്ചുള്ളത് ഒരു ഷീറ്റ്, ഒരു പേപ്പർ ഫുള്ളായി എഴുതണമെന്ന് അങ്ങോട്ട് പറഞ്ഞ മാതിരിയാണ് എനിക്കത് മനസ്സിലാവുന്നത്. എല്ലാവരും ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ഒരു പേപ്പർ നിറച്ച് അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം അത് ഈ അപ്സരയുടെ ആ ഒരു ലെറ്റർ വായിക്കുമ്പോഴൊക്കെ വന്നിട്ട് നമ്മൾ സത്യത്തിൽ അറിയാതെ തേങ്ങിപ്പോവും. അതാണ് അതിൻ്റെ സത്യം. എത്ര കഠിനമായ മനസ്സുള്ളവരും തേങ്ങിപ്പോവും അമ്മയെക്കുറിച്ചൊക്കെ വന്നിട്ട് ഉള്ള കാര്യങ്ങൾ. പിന്നെ അമ്മ ഒറ്റയ്ക്ക് വളർത്തിയതിൻ്റെ ആ ഭയങ്കരമായ ഒരുപാട് കാര്യങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവിച്ചിട്ടാണല്ലോ വളർന്നു വരുന്നത്. അവർക്ക് അറിയാമല്ലോ, അമ്മയുടെ കൂടെ നിന്ന് ഒറ്റയ്ക്ക് അമ്മ വളർത്തുന്ന കുട്ടികൾക്കറിയാം അമ്മ എത്രത്തോളം കഷ്ടതയിലാണ് അവരെ ബുദ്ധിമുട്ടി, എത്രത്തോളം വിഷമങ്ങൾ അനുഭവിച്ച വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ അപ്സരയിൽ പ്രകടമായിരുന്നു നമ്മൾക്കത് ലെറ്റർ വായിക്കുമ്പോഴൊക്കെ. രണ്ടാമതാണെങ്കിൽ അൻസിബയുടെ അമ്മയാണ് കാണിച്ചത്. അൻസിബയുടെ അമ്മ പറയുന്ന 2-3 വരികൾ ഉണ്ടായിരുന്നു അൻസിബയെക്കുറിച്ച്. അപ്പോൾ അത് കാണിച്ചു. അതിനുശേഷം പിന്നെ അൻസിബ അമ്മയ്ക്ക് എഴുതുന്ന ലെറ്ററൊക്കെ, അമ്മമാരൊക്കെ വളരെ വിഷമത്തോടെയാണ് മക്കളെക്കുറിച്ചാലും പറയുന്നതും. മക്കളാണെങ്കിൽ വളരെ തേങ്ങി കരഞ്ഞും വിങ്ങിയുമൊക്കെയാണ് അമ്മമാരെക്കുറിച്ച് ഈ ലെറ്റർ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ അൻസിബ ഭയങ്കരമായിട്ട് വിങ്ങിക്കരഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. അൻസിബയ്ക്കും അച്ഛനില്ലായിരുന്നു. അങ്ങനെ അമ്മ ഈ കുട്ടികളെയൊക്കെ വളർത്തിയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3 പേരാണോ 4 പേരാണോ, അവരും കുറച്ച് മക്കളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ അമ്മയും അങ്ങനെ നല്ല കഷ്ടപ്പെട്ട് ഒറ്റയ്ക്കാണ് ഇവരെയൊക്കെ വളർത്തിയത്. അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് അൻസിബയിലും അത് കാണാൻ കഴിഞ്ഞു നമുക്ക്. അതിനുശേഷം പിന്നെ സിജോയുടെ അമ്മയായിരുന്നു. സിജോയുടെ അമ്മയുടെ കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, സിജോയുടെ അച്ഛനും അമ്മയും കൂടെ അത്ര നല്ല ടീംസിലല്ല എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ അമ്മ പറയുന്നത് കഴിഞ്ഞ് പിന്നെ സിജോ അമ്മയ്ക്ക് വേണ്ടി എഴുതിയ ലെറ്ററും വായിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ കൃഷിയുടെ അമ്മയുടെ കാര്യമാണ്. അമ്മയെ കാണിച്ചു, മോനോട് പറയുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. പിന്നെ കൃഷിയും തിരിച്ച് അമ്മയ്ക്ക് ലെറ്റർ എഴുതിയത് വായിച്ചു. കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിലും അച്ഛൻ അമ്മയെ വളരെ ഉപദ്രവിക്കുമായിരുന്നു. പിന്നെ വല്ലാത്തൊരു അന്തരീക്ഷം, വീട്ടിൽ സ്വസ്ഥത കൊടുക്കാത്ത ഒരു ഇതായിരുന്നു അവരുടെ ജീവിതം. 3 ആൺകുട്ടികളാണ് അവർ. അതാണ് ഞാൻ ഇത്രയും നാളത്തെ ബിഗ് ബോസിൽ കൂടെയൊക്കെ ഇവരെ മനസ്സിലാക്കിയത്. അത് പിന്നെ അവിടെ നേരിട്ട് ഇരുന്നാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ ലാലേട്ടൻ ഇവരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. അത് നമ്മളവിടെ ഇരുന്ന് നേരിട്ട് കാണുന്നുമുണ്ട്. പിന്നെയാണ് അർജുൻ്റെയും ശ്രീധുവിൻ്റെയൊക്കെ അമ്മ പറയുന്നതൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ഇവർ തിരിച്ച് ലെറ്റർ വായിക്കുന്നുണ്ട്. പിന്നാണെങ്കിൽ നമ്മുടെ നന്ദനയുടെ അമ്മയാണ് കാണിച്ചത്. പിന്നെ നന്ദന അമ്മയ്ക്ക് എഴുതിയ ലെറ്റർ വായിച്ചു.
ആളുകൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുക. സത്യത്തിൽ നമ്മൾ അറിയാതെ തന്നെ തേങ്ങിപ്പോവും. എത്ര കഠിനമായ ഹൃദയമുള്ളവർ പോലും അതൊക്കെ വന്ന് അത്രത്തോളം ആണ് ഈ നന്ദനയുടെ ആ കുട്ടിയുടെ കാര്യമൊക്കെ. ആ കുട്ടിയുടെ അമ്മ ജോലിക്ക് പോവും, അവർ വീടുകളിലെ ജോലി അവർ ചെയ്യുന്നത്. അപ്പം ആൾക്കാർ അതിനെ കളിയാക്കാൻ പറയുകയും ചെയ്യുന്നതാണ് ഈ കുട്ടി വന്നിട്ട് പറയുന്നത്. അതും വീട്ടുവേലയ്ക്ക് പോകുന്ന അവരുടെ അമ്മയുടെ പേരെന്തോ പറഞ്ഞു, അവരുടെ ശാരദയുടെ മോളാണോ ബിഗ് ബോസ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താണ് അത് സത്യത്തിൽ വന്നിട്ട് ഈ കുട്ടിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാവും അവൾക്ക് അത്ര വിഷമവും അങ്ങനെ പറയുന്നതും. ഈ കുട്ടിയുടെ അമ്മ വീട്ടുവേലയ്ക്ക് പോകുന്നത് വെച്ചിട്ട് ഇവളെ വല്ല കളിയൊക്കെ പറയുകയോ ചെയ്തിട്ടാണോ ഈ കുട്ടി ഇങ്ങനെ അത് ഫീൽ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അവരെയൊക്കെ കാതിൽ അത് കേട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് മാത്രമായിരിക്കും. പക്ഷെ അത് വളരെ അഭിമാനിക്കാവുന്ന കാര്യം. അച്ഛനില്ലാതെ അതിൻ്റെ അച്ഛനും മരിച്ചു പോയതാണ് നന്ദനയുടെ. അച്ഛനില്ലാതെ അമ്മ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കുടുംബത്തിനെയോ ആരെയും വന്ന് ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് അവനവൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് എന്താണ് ഈ മറ്റുള്ളവർക്കൊക്കെ അവരെയൊക്കെ പറയാനുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ അവരെയൊക്കെ നമ്മളോട് ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. നമ്മളവർക്കൊക്കെ അവരെയൊക്കെ ആശ്വസിപ്പിച്ച് അവരും നമ്മളുടെ ഭാഗമാണെന്ന സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മളും അവരെയൊക്കെ മനസ്സിന് ശക്തി കൊടുത്ത് നമ്മൾ അവരെയൊക്കെ ആശ്വസിപ്പിച്ച് ജീവിതം മുന്നോട്ട് പോവുക. അല്ലാതെ കളിയാക്കാനാണ് എല്ലാവരും ഏതൊരു മനുഷ്യനും എല്ലാം തകർന്നവരല്ലല്ലോ. ചിലർക്ക് പണം കൂടുതലായിരിക്കും, ചിലർക്ക് പണം തീരെ ഇല്ലാത്തതായിരിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ ഒന്നുമല്ല, മറ്റുള്ള സഹജീവികളോട് അത്രത്തോളം കരുണയും അനുകമ്പയുമായിട്ടൊക്കെ പോകുന്നത് അത്രയും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഈ കുട്ടിയാണെങ്കിലും ചെറുതിലെ തൊട്ടേ കടകളിലും ഒക്കെ നിന്ന് ജോലി ചെയ്തൊക്കെയാണ്. അവർക്ക് അറിയുന്ന ഒരു കടയില്ല കേട്ടോ, അവർക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുടെ കടയിലാണ് അവൾ നിന്ന് ജോലി ചെയ്യുന്നത്. സത്യത്തിൽ അഭിമാനിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇനിയും ഒക്കെ തുടർന്നുള്ള ജീവിതത്തിൽ ഇവരൊക്കെ വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ. അങ്ങനെ അതൊക്കെ നമ്മൾ അറിയട്ടെ, കാണട്ടെ എന്നേ ഞാനിതിനെ പറയത്തുള്ളൂ. അതൊക്കെ കണ്ടിട്ട് അവർ അമ്മയും അത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന അമ്മയും അഭിമാനിക്കട്ടെ, സന്തോഷിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് തേങ്ങി കരഞ്ഞാൽ പറയുന്നത് കാര്യങ്ങൾ. പിന്നെ അവർക്കൊരു വീടില്ലാത്ത കാര്യവും അത് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പം നമ്മളോർക്കും വന്ന് വീടില്ല എന്ന് പറയുന്നത് അതൊക്കെ വലിയ സ്വപ്നങ്ങളല്ലേ. ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിരിക്കും കിടന്ന് പാടുപെടുന്നതൊക്കെ. പക്ഷേ എന്നെങ്കിലും എത്രയും പെട്ടെന്ന് അവരെ ഈ സ്വപ്നങ്ങളൊക്കെ ഭഗവാൻ ഈശ്വരൻ സാധിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. എനിക്കതിനല്ലേ കഴിയത്തുള്ളൂ.